നമസ്കാരം. മലയാള വർഷം 1202 നിങ്ങളുടെ സാമാന്യ ഫലമാണ് പറയാൻ പോകുന്നത്. മൂലം, പൂരാടം, ഉത്തരാടത്തിൽ കാൽ ഇവ ചേർന്ന ധനുക്കൂറുകാർക്ക് തൽക്കാല ഗ്രഹനില പറയുമ്പോൾ ധനുക്കൂറിൻ്റെ 3-ലാണ് രാഹു, 4-ൽ ശനി, 8-ൽ വ്യാഴം, 9-ൽ കേതു. രാഹു 3-ൽ നിൽക്കുന്നത് ഗുണകരമാണ്. 4-ലെ ശനി കണ്ടകശനിയാണ്. 8-ലെ വ്യാഴം ഒട്ടും നല്ലതല്ല. കേതു 9-ൽ നിൽക്കുന്നതും വലിയ ഗുണമില്ല. വ്യാഴം ഉച്ചക്ഷേത്രമായ കർക്കിടകമായതുകൊണ്ട് വലിയ ദോഷം ചെയ്യില്ലെന്ന് പറയാം. പൊതുവെ അത്ര അനുകൂലമല്ല, ഗുണദോഷ സമ്മിശ്രമെന്ന് പറയാം. തൊഴിൽ രംഗത്ത് പല മാറ്റങ്ങളും ഉണ്ടാകും. ശ്രദ്ധയോടുകൂടി അവ കൈകാര്യം ചെയ്യണം. തൊഴിൽപരമായ സാഹചര്യങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചു മുമ്പോട്ട് പോകണം. വിവിധ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ സശ്രദ്ധം കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങളുടെ കർമ്മരംഗത്ത് കുറവുകളും പോരായ്മകളും ഒഴിവാക്കാൻ ശ്രദ്ധയോടുകൂടി പരിശ്രമിക്കണം. തൊഴിൽപരമായ വീഴ്ചകൾ ഉണ്ടാകാതെ വളരെ കരുതലെടുക്കേണ്ടത് അത്യാവശ്യമാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് കിട്ടിയേക്കും. ചിലർക്ക് ഒരല്പം കാത്തിരിക്കേണ്ടതായിട്ടും വരാം. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ചെറിയ കാലതാമസമുണ്ടാകാം. എങ്കിലും ശ്രമം തുടരുക. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജോലിയിൽ കുറവുകളോ പോരായ്മകളോ വരാതെ നോക്കണം. തൊഴിൽപരമായ വീഴ്ചകൾ ഉണ്ടാകരുത്. അത് നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിച്ചേക്കാം. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടല്ലോ. കമ്പനിയിൽ ജോലി ചെയ്യുന്നവരും കോൺട്രാക്റ്റ് മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ വളരെ കരുതലോടുകൂടി എല്ലാം ചെയ്യേണ്ട സമയമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. ഇല്ലെങ്കിൽ പോരായ്മകളും പരാജയങ്ങളുമൊക്കെ ഉണ്ടാകാം. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും ശ്രദ്ധാപൂർവം ചെയ്യുക. കച്ചവടക്കാർക്കാണ് ഏറ്റവും ശ്രദ്ധ വേണ്ടത്. പണമിടപാടുകൾ ശ്രദ്ധിച്ച് നടത്തണം. ഇല്ലാത്ത പക്ഷം ധനനഷ്ടങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അളവ് കുറഞ്ഞു പോകാതെ പ്രത്യേകം സൂക്ഷ്മത പാലിക്കുക. ബിസിനസ് കാര്യങ്ങൾ നന്നായി പഠിച്ച് ശ്രദ്ധിച്ചു ചെയ്യുക. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തുക. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പാലിക്കേണ്ടതാണ്. വിവാഹ ആലോചനകൾക്ക് ഒരു മന്ദത അനുഭവപ്പെട്ടേക്കാം. ഉദ്ദേശിക്കുന്ന പോലെ വേഗം വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകണമെന്നില്ല. ശ്രദ്ധാപൂർവം പരിശ്രമിച്ച് മുമ്പോട്ട് പോവുക. പ്രണയബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ അനുഭവപ്പെടാം. അത് ശാന്തമായി പരിഹരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിലും ചില വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. കുടുംബ ബന്ധങ്ങളിൽ ചില ഉലച്ചിലുകൾ അനുഭവപ്പെടാനിടയുള്ള സമയമായതിനാൽ വളരെ ശ്രദ്ധാപൂർവം ബന്ധങ്ങൾ നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകം കരുതലെടുക്കേണ്ടതാണ്. സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കണം. എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം ശീലിക്കണം. ശാന്തതയോടുകൂടിയുള്ള പെരുമാറ്റം തുടരണം. പണം മുടക്കി ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. നിങ്ങളൊരു ബിസിനസ്സിന് പണം മുടക്കിയാലും, നിങ്ങളൊരു കോഴ്സ് പഠിക്കുവാൻ പണം മുടക്കിയാലും, നിങ്ങൾ വിദേശ രാജ്യത്ത് പോകാൻ പണം മുടക്കിയാലും, ഷെയർ മാർക്കറ്റിൽ പണം മുടക്കിയാലുമെല്ലാം നന്നായി ശ്രദ്ധിച്ചു പഠിച്ച് ഈ വക കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നഷ്ടങ്ങൾ വരാം. വളരെ സുപ്രധാന മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായി ജനനത്തീയതി സമയവും അനുസരിച്ച് സമഗ്രമായ രാശി തയ്യാറാക്കി സമ്പൂർണമായ രാശി വിചിന്തനം ചെയ്ത് ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുക.